Hello all, welcome to this video. In this video, we are going to discuss the topics named population, sample and simple random sampling. Population. നമ്മൾ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടും പ്രയോഗിച്ചിട്ടും ശീലമുള്ള ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു വേർഡ് ഒരു പദമാണ് പോപ്പുലേഷൻ അല്ലേ. നമ്മൾ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ട് ശീലമുള്ളത്, ആ സിറ്റുവേഷൻസിനനുസരിച്ച് എന്തെല്ലാം ഡെഫിനേഷൻസ് ആണ് നമ്മൾ പോപ്പുലേഷന് കണ്ടുവരുന്നത്. Let's see some examples. In social science, the term population defines the total number of people residing in a particular region, in a particular locality or within a country. ഒരു രാജ്യത്തിൻ്റെ അകത്തോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഏരിയയുടെ അകത്തോ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദ ടേം ഗ്രൂപ്പ് ഈസ് വെരി റെലവൻറ്റ് ഹിയർ. ആൻഡ് ഓൾസോ ദ കൺസെപ്റ്റ് ഓഫ് ടോട്ടാലിറ്റി, ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് അല്ലേ. ആ ഒരു കൺസെപ്റ്റ് ഓഫ് ടോട്ടാലിറ്റി ആൻഡ് ദ ടേം ഗ്രൂപ്പ് ഈസ് വെരി റെലവൻറ്റ്, ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് when we are talking about the term population. In biology also, we have seen a type of population. We have given a definition for population in terms of biology. What was that? In biology, the term population defines the community of animals or plants or living beings, those whose members inbreeding occurs. അല്ലെ, ഇവിടെയും നമുക്കൊരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി, ദ ഡെഫിനേഷൻ ഈവൻ സ്റ്റാർട്ട്സ് ഇറ്റ്സെൽഫ് വിത്ത് ദ ടേം കമ്മ്യൂണിറ്റി അല്ലേ. കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടാണ് ഡെഫിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സോ വി ക്യാൻ സീ കമ്മ്യൂണിറ്റി എ കൺസെപ്റ്റ് ഓഫ് ടോട്ടാലിറ്റി ഓൾസോ ഇൻ ദിസ് ഡെഫിനേഷൻ. നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഇപ്പോൾ പറഞ്ഞിട്ട് രണ്ട് ഡെഫിനേഷൻസിന് രണ്ട് സിറ്റുവേഷൻസിലാണ് പറയുന്നത്. ഒന്ന് സോഷ്യൽ സയൻസിലാണെങ്കിൽ ഒന്ന് ബയോളജിയിലാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ സീ എ കൺസെപ്റ്റ് ഓഫ് ടോട്ടാലിറ്റി ആൻഡ് എ ഗ്രൂപ്പ് ഓൾസോ, ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ഗ്രൂപ്പ് ഓൾസോ ഇൻ ബോത്ത് സിറ്റുവേഷൻസ്. In statistics also, we are going to study the term population, which is very related to these two things, that is the group, existence of group and the concept of totality. In statistics, the term population is technically defined as an aggregate of individual items relating to a phenomena under investigation. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അനലൈസ്, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിനൻ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫിനോമിനുമായിട്ട് വളരെ ബന്ധമുള്ള ക്ലോസ്ലി റിലേറ്റഡ് ആയ ഇൻഡിവിജ്വൽ ഐറ്റംസിൻ്റെ ഒബ്ജക്ട്സിൻ്റെ അഗ്രിഗേറ്റ് കൂട്ടത്തെ പറയുന്ന പേരാണ് പോപ്പുലേഷൻ എന്നാണ് ഈ ഡെഫിനേഷൻ നമ്മളോട് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു ഡെഫിനേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പോപ്പുലേഷൻ ഈസ് ദ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് പെർട്ടൈനിങ് ടു ഫിനോമിന ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി എന്നും പറയാം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി എൻക്വയറി നടത്തുന്ന ഒരു ഫിനോമിന, ആ ഫിനോമിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒബ്ജക്ട്സിൻ്റെ കളക്ഷനെ നമ്മൾക്ക് എന്ത് പറയാം? പോപ്പുലേഷൻ എന്ന് പറയാം. രണ്ട് ഡെഫിനേഷൻസ് ഉണ്ടെങ്കിലും പറയുന്ന കൺസെപ്റ്റ് സെയിം ആണ്. എന്താണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? എ ഗ്രൂപ്പ് ഓഫ്, എ കമ്മ്യൂണിറ്റി ഓഫ്, അല്ലെങ്കിൽ ഒരു കൂട്ടം എന്തിൻ്റെ ദ ഒബ്ജക്ട്സ് ഓർ ഇൻഡിവിജ്വൽ ഐറ്റംസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഫിനോമിന. ആ ഫിനോമിനൻ്റെ പ്രത്യേകത എന്താ? ഫിനോമിന ഈസ് അണ്ടർ എൻ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ അണ്ടർ എൻ ഇൻവെസ്റ്റിഗേഷൻ ഓർ അണ്ടർ എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പോപ്പുലേഷൻ അങ്ങനെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെ രീതിയിൽ ഡിഫൈൻ ചെയ്താലും കൺസെപ്റ്റ് വരുന്നത് ഒരേ സംഭവം തന്നെയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒബ്ജക്ട്സിൻ്റെ കളക്ഷൻ, ആ ഒരു ഗ്രൂപ്പ്, അതാണ് പോപ്പുലേഷൻ. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. സപ്പോസ് വി ആർ കളക്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഇൻകം ഓഫ് കോളേജ് ടീച്ചേഴ്സ് അണ്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോളേജ് ടീച്ചേഴ്സിൻ്റെ ഇൻകം ആണ് നമ്മുടെ കളക്ട് ചെയ്യേണ്ട ഡാറ്റ എങ്കിൽ, നമ്മുടെ കോർ ഓഫ് ദി ഇൻഫോർമേഷൻ ഡാറ്റ എന്ന് പറയുന്ന ടീച്ചേഴ്സ് അല്ലേ. നമ്മുടെ ഫിനോമിനുമായി വളരെയധികം റിലേറ്റ് നിൽക്കുന്ന ഒബ്ജക്ട്സ് ആണ് ടീച്ചേഴ്സ്. സോ ദ ടോട്ടാലിറ്റി ഓഫ് ദീസ് ടീച്ചേഴ്സ് ഹിയർ മേക്സ് എ പോപ്പുലേഷൻ അല്ലേ. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ത്? എ ടോട്ടാലിറ്റി. ആ മൊത്തം ടീച്ചേഴ്സിനെ പറയുന്ന, ആ ഗ്രൂപ്പ് ഓഫ് ദ ഹോൾ ടീച്ചേഴ്സ്, അതിനെ പറയുന്ന പേരാണ് എന്ത്? പോപ്പുലേഷൻ. സോ അഗെയിൻ റിമെമ്പറിങ് ദാറ്റ് പോപ്പുലേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ഓർ ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഫിനോമിന അണ്ടർ സ്റ്റഡി. We have already mentioned that a population is formed by the aggregation of many individual items. ഇൻഡിവിജ്വൽ ഐറ്റംസിൻ്റെ ഒരു കൂട്ടത്തെ പറയുന്ന പേരാണ് എന്ത്? പോപ്പുലേഷൻ. ഈ ഇൻഡിവിജ്വൽ ഐറ്റംസിനെ ജനറലായിട്ട് വിളിക്കുന്ന പേരാണ് എലമെൻ്ററി യൂണിറ്റ് അല്ലെങ്കിൽ മെമ്പർ എന്നുള്ളത്. In a given population, the individual items or objects that are used to make a population is generally called as, അല്ലെങ്കിൽ referred to as, elementary units or members. Based on the number of elementary units in a given population, it can be defined as two different types. One is finite population and the other one is infinite population. If the number of elementary units in a population is determinable, is well defined, then we can call this population as finite population. For example, number of colleges in a teacher.
Let's consider a college named ABC. If there are 56 teachers, we can confidently say that here 56 teaching staffs are there. The number of elementary units in this population is well defined and determinable. So, this is an example of finite population. On the other hand, the infinite population says that the number of units in this population is indeterminable or undefined. For example, let's stars be a population. Stars in the sky be a population. Can we detect the number of stars, the total number of stars in the sky? No, it's impossible. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തായിരിക്കും അതിൻ്റെയൊക്കെ എണ്ണം എന്ന് പറയുന്നത് അല്ലേ. സോ the number of units under this investigation is undefined അല്ലെങ്കിൽ indeterminable. Such populations are called infinite population. In infinite population, the number of units under investigation is indeterminable or undefined. The number of stars in the sky is a good example for infinite population. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ് പോപ്പുലേഷൻ എന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ സാമ്പിൾ. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. ലെറ്റ് us കൺസിഡർ ദ ബ്ലഡ് ഇൻ അവർ ബോഡി ആസ് എ പോപ്പുലേഷൻ. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഒരു പോപ്പുലേഷനാണെന്ന് വിചാരിക്കാം. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക ഘടകങ്ങളുടെ ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. സോ വി ക്യാൻ കൺസിഡർ ബ്ലഡ് ആസ് എ പോപ്പുലേഷൻ ഫൗണ്ട് ബൈ ദ അഗ്രിഗേഷൻ ഓഫ് മെനി ഇൻഡിവിജ്വൽ ഐറ്റംസ് ഓർ മെനി എലമെൻ്ററി യൂണിറ്റ്സ് അല്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലാബിലൊക്കെ പോയിട്ട് റൂട്ടീൻ ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ, കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാറ്. ഇപ്പോൾ ഷുഗർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂക്കോസ് ലെവൽ നോക്കാറുണ്ട്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലിപ്പിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കൗണ്ട്, ഈസിനോഫിൽ, ബാസോഫിൽ, ടി സി കൗണ്ട്, അതുപോലെ തന്നെ RBC, പ്ലേറ്റ്ലെറ്റ്, ഇങ്ങനത്തെ കൗണ്ടുകളൊക്കെ ഉണ്ടോയെന്ന് അറിയാം. കൗണ്ടുകളൊക്കെ ലെവൽ ഏത് വരെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ സ്റ്റേജ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീമോഗ്രാം, CBC അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതാണ്. ബ്ലഡിൻ്റെ ടെസ്റ്റുകളുടെ പേരും കൗണ്ടൊന്നും റെലവൻ്റ് അല്ല കേട്ടോ, പറഞ്ഞു തന്നേയുള്ളൂ, മെൻഷൻ ചെയ്തു തന്നേയുള്ളൂ. അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ നമ്മൾ ബ്ലഡിൽ ചെയ്യാറുണ്ട് റൂട്ടീനായിട്ട്, നമ്മുടെ ഇപ്പോഴത്തെ ബ്ലഡിൻ്റെ സ്റ്റേറ്റ് അറിയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹെൽത്തിൻ്റെ കണ്ടീഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ പറഞ്ഞു ബ്ലഡ് ഒരു പോപ്പുലേഷനാണെന്ന്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നമുക്ക് പറഞ്ഞുകൂടെ അല്ലേ. പക്ഷേ ഇത്തരം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പോപ്പുലേഷൻ ആയിട്ടുള്ള ഫുൾ ബ്ലഡ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ചോര മൊത്തം ഊറ്റിക്കൊണ്ടിട്ട് ടെസ്റ്റ് ചെയ്യല്ലേ അവർ ചെയ്യുന്നത്. ആ ബ്ലഡിൻ്റെ ഒരു സ്മോൾ പോർഷൻ മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കുറച്ചൊരു ബ്ലഡ് നമ്മൾ സിറിഞ്ചിൽ എടുത്തിട്ട് അവർ കൊണ്ടുപോകുക, നമ്മുടെ ബ്ലഡ് കുറച്ച് ഒരു സിറിഞ്ചിൽ എടുക്കും, എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് അതാണ് ടെസ്റ്റ് ചെയ്യുക. ആ ടെസ്റ്റിൽ നിന്ന് നമുക്ക് ആ ഒരു കളക്ട് ചെയ്ത ആ ഒരു പോർഷൻ്റെ ഫീച്ചേഴ്സ് മാത്രമാണ് കിട്ടുക, അല്ല ഫുൾ ബ്ലഡിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ആ ഒരു ചെറിയൊരു പോർഷൻ തന്നെ കിട്ടും. പറഞ്ഞു വന്നത് ഇതാണ്. ഇതുപോലെ ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത പോപ്പുലേഷൻസിൽ ആ പോപ്പുലേഷൻ്റെ ഒരു പോർഷൻ മാത്രം എടുത്തുകൊണ്ട് ആ പോർഷൻ്റെ ചില എലമെൻ്ററി യൂണിറ്റ്സ് മാത്രം, ഒരു ചില ഇൻഡിവിജ്വൽ ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി നടത്തും. ആ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് കിട്ടുക ആ പോപ്പുലേഷൻ്റെ മുഴുവനായിട്ടുള്ള ട്രൂ സ്റ്റേറ്റ്, ബിഹേവിയർ, ക്യാരക്ടർ ഫീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും. ആ എടുത്തു മാറ്റുന്ന പോർഷൻ, ആ പോപ്പുലേഷൻ്റെ ഫുൾ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു മാറ്റുന്ന ആ പോപ്പുലേഷൻ്റെ ചെറിയൊരു പോർഷനെ പറയുന്ന പേരാണ് സാമ്പിൾ. എ സാമ്പിൾ ഈസ് എ പോർഷൻ ഓർ എ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ, സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. പോപ്പുലേഷൻ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലേ. അപ്പോൾ ആ സെറ്റിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത്, ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ വലിയ സെറ്റിന് ഒരു യൂണിവേഴ്സൽ സെറ്റായിട്ട് കൺസിഡർ ചെയ്യുക. ആ യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയൊരു സെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയ ചെറിയ സെറ്റിനെ പറയുന്ന പേരാണ് സബ്സെറ്റ് ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ്. പോപ്പുലേഷൻ ഒരു യൂണിവേഴ്സൽ സെറ്റ് ആണെങ്കിൽ ആ പോപ്പുലേഷൻ്റെ ചില എലമെൻറ്റുകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയൊരു സബ്സെറ്റാണ് പോർഷൻ അല്ല സാമ്പിൾ എന്ന് നമുക്ക് പറഞ്ഞൂടെ. ഒരു സാമ്പിൾ ഈസ് എ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ. ഇവിടെ പോപ്പുലേഷനും സാമ്പിളും ആണ് ഇവിടെ റെലവൻ്റായിട്ട് നിൽക്കുന്നത്. സബ്സെറ്റ് സെറ്റ് എന്ന് പറയുന്നതൊക്കെ ജസ്റ്റ് ഒരു എന്താണെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് മെൻഷൻ ചെയ്തു അത്രയേ ഉള്ളൂ. വി ക്യാൻ സേ ദാറ്റ് സാമ്പിൾ ഈസ് എ പോർഷൻ അല്ലെങ്കിൽ ഒരു എ പാർട്ട് അല്ലെങ്കിൽ എ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ. എ ഫ്യൂ ഐറ്റംസ് ആർ സെലക്ടഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ പറഞ്ഞു ഇവിടെ ഫുൾ പോപ്പുലേഷനെ കൺസിഡർ ചെയ്യുന്നില്ല. പോപ്പുലേഷൻ്റെ ഒരു എന്താ പറയുക സാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സാമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്യൂ ഐറ്റംസ് ആണ് അവിടെ സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. എന്താണ് ഇതിൻ്റെ മോട്ടീവ്? നമ്മൾ പറഞ്ഞ പോലെ ഫുൾ പോപ്പുലേഷൻ്റെ ഇപ്പോഴത്തെ ട്രൂ സ്റ്റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സാമ്പിൾ നമ്മളെ സഹായിക്കുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. among 4000 workers in a factory, only 500 workers are selected to make a sample. നമ്മുടെ ഒരു ഇതിൽ വർക്ക് ഒരു ഫാക്ടറി 4000 വർക്കേഴ്സ് ഉണ്ട് നേരിട്ട്. ഇപ്പോഴത്തെ ഒരു വർക്ക് വന്നിട്ട് 4000 പേര്, നമുക്കറിയാം 4000 പേര് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പുലേഷനായി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ ഫുൾ പോപ്പുലേഷനോട് നമ്മളവിടെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല ആ ഫിനോമിനന് വേണ്ടിയിട്ട്. ഓൺലി ചൂസിങ് 500 people ഫ്രം ദ പോപ്പുലേഷൻ ടു മേക്ക് എ സാമ്പിൾ. സാമ്പിൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാമ്പിൾ ഈസ് എ പോർഷൻ ഓഫ് അല്ലെങ്കിൽ എ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ വിച്ച് ഹെൽപ്സ് അസ് ടു
study about the full population. Now we discuss what is a sample. Now we are going to see what is sampling or sample method. The study on focusing only on a sample is called sample method or sampling. നമ്മൾ സാമ്പിളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നടത്തുന്ന പഠനത്തെയാണ് സാമ്പിൾ മെത്തഡ് അല്ലെങ്കിൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നാഷണൽ സാമ്പിൾ സർവേ എൻക്വയറീസ് ആർ എക്സാമ്പിൾസ് ഓഫ് സാമ്പിളിംഗ്. Next we are going to discuss what is random sampling. Random sampling simply describes when every element in a population has an equal probability of being chosen for a sample. For the sample. Example കൂടെ പറയാം. Consider a class of 50 students. ആ 50 സ്റ്റുഡൻസ് കൂടിയിട്ടാണ് ആ ക്ലാസ്സിൽ പോപ്പുലേഷൻ ഉണ്ടാക്കുന്നത്. ഒരു ടീച്ചർ പെട്ടെന്ന് വന്നിട്ട് പറയാണ് ഒരു 3 കുട്ടികളുണ്ട് വന്ന് എന്നിട്ട് പിന്നാലെ വായെന്ന് പറഞ്ഞാൽ ടീച്ചർ പോവാം. ടീച്ചറാണ് 3 കുട്ടികളെ സെലക്ട് ചെയ്തൊന്നുമില്ല. 3 കുട്ടികളെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ 3 കുട്ടികളെന്ന് പറയുമ്പോൾ ഏത് 3 കുട്ടികളെന്ന് ടീച്ചറോട് മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എങ്ങനത്തെ 3 കുട്ടികളെ വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. 3 ബോയ്സ് എന്നോ 3 ഗേൾസ് 3 നന്നായി പഠിക്കുന്ന കുട്ടികൾ 3 ബാക്ക് പഠിക്കാൻ കുറച്ച് ബാക്കായിട്ടുള്ള കുട്ടികൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു കമ്പാരിസണോട് ഒരു ക്രൈറ്റീരിയ ടീച്ചറോട് വെച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ഏതൊരു കുട്ടീനെ വിളിക്കാനുള്ള പ്രോബിലിറ്റി ചാൻസ് എന്ന് പറയുന്നത് ഈക്വല. അവനെ വിളിക്കാൻ ചാൻസ് കൂടുതലാണ്, ഇവനെ വിളിക്കാനുള്ള ചാൻസ് പ്രോബിലിറ്റി കുറവാണ്. അങ്ങനെയില്ല. ഓൾ ദി സ്റ്റുഡൻസ് ഹാവ് ഈക്വൽ പ്രോബിലിറ്റി ഫോർ ബീയിങ് ചൂസൺ. കാരണം എന്താ അവിടെ ഒരു മാനദണ്ഡം പറഞ്ഞിട്ടില്ല. ഇതുപോലെ ഒരു എന്താ പറയുക സാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എലിമെൻ്ററി യൂണിറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യപ്പെടാൻ ഏതൊരു എലിമെൻ്ററി യൂണിറ്റും സെലക്ട് ചെയ്യപ്പെടുന്ന പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഒരാൾക്ക് കൂടുതൽ ചാൻസ് ഒരാൾക്ക് കുറവ് ചാൻസ് ഒന്നുമില്ല. Such a sample is called random sample, and sampling on this type of sample is called random sample method or random sampling. Now we are going to see the different types of random sampling. There exist 4 types of random sampling. The first one is simple random sampling. The second one is stratified random sampling. The third one is cluster random sampling, and the fourth one is systematic random sampling. In this video, we will study about simple random sampling. Simple random sampling. A simple random sample is a subset of a statistical population in which each member of the subset has equal probability of being chosen. എന്താണ് ഒരു സിമ്പിൾ റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത്? അതൊരു സബ്സെറ്റാണ്. എന്തിൻ്റെ? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ്റെ. എന്താണ് ഈ സബ്സെറ്റിൻ്റെ പ്രത്യേകത? ഈ സബ്സെറ്റിലെ എല്ലാ മെമ്പറും ചൂസ് ചെയ്യപ്പെടാനുള്ള പ്രോബബിലിറ്റി ഈക്വൽ ആണ്. ഒരാളെ ചൂസ് ചെയ്യാൻ കുറച്ച് പ്രോബിലിറ്റി കൂടുതലുണ്ട്, ഒരാളെ ചൂസ് ചെയ്യാൻ കുറച്ച് പ്രോബിലിറ്റി കുറവുണ്ട്. അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ നമുക്കിവിടെ അങ്ങനത്തെ ഒരു വ്യത്യാസം കൂടെ കാണാൻ കഴിയില്ല. ഈച്ച് member in the subset have equal probability of being chosen. Such a sample is called simple random sample, and the sampling here is called simple random sampling. For example നോക്കാം. In a company of 250 employees, 25 were selected. ഒരു കമ്പനി അതിൽ 250 എംപ്ലോയീസ് ഉണ്ട്. അതിന് 25 പേരെ സെലക്ട് ചെയ്യാം. ഇവിടെ 25 പേരെ സെലക്ട് ചെയ്യാൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇറ്റ് ഈസ് എ റാൻഡം സെലക്ഷൻ ബിക്കോസ് ഈച്ച് എംപ്ലോയി ഹാസ് ഈക്വൽ ചാൻസ് ഓഫ് ബീങ് ചൂസൺ. ആ 25 പേരിൽ ഒരാൾ ആവാനുള്ള ചാൻസ് ആ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ എംപ്ലോയീസിനും ഈക്വലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു സിമ്പിൾ റാൻഡം സാമ്പിൾ സെലക്ട് ചെയ്ത് സ്റ്റഡി ചെയ്യാനുള്ളതാണ്. 4 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഡിസൈഡ് ദ പോപ്പുലേഷൻ ദാറ്റ് വി വാണ്ട് സ്റ്റഡി. നമ്മൾക്ക് സ്റ്റഡി ചെയ്യാനുള്ള പോപ്പുലേഷൻ ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം. സാമ്പിളിൻ്റെ പോപ്പുലേഷൻ്റെ ഇടയിൽ സാമ്പിൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് സൈസ് ഓഫ് ദ സാമ്പിൾ. വി വാണ്ട് ഡിസൈഡ് ദ സൈസ് ഓഫ് ദ സാമ്പിൾ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. പോപ്പുലേഷൻ ഉണ്ടായാലും സൈസ് തീരുമാനിക്കാതെ ആ സാമ്പിൾ സൈസ് മുൻകൂട്ടി തീരുമാനിക്കാതെ സാമ്പിൾ സെലക്ഷൻ പ്രയാസമായിരിക്കും. ഉദാഹരണത്തിന് ഒരു ക്ലാസ് റൂം കൺസിഡർ ചെയ്യുക. ആ ക്ലാസ് റൂമിൻ്റെ അകത്ത് കുറേ കുട്ടികളുണ്ട്. അപ്പോൾ കെമിസ്ട്രി പീരീഡാണ്. അപ്പോൾ കെമിസ്ട്രി പീരീഡ് കുട്ടികൾക്ക് ഭയങ്കര ബോറാണ്. അപ്പോൾ രക്ഷപ്പെടാനൊരു മാർഗം നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ട് പറയാം കുറച്ച് കുട്ടികളെ ഒരു വർക്കിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ മാഡം വിളിക്കുന്നുണ്ട്. ക്ലാസ് ടീച്ചറോട് പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ റൂമിൽ 2 പേരും വിളിക്കുന്നുണ്ട് കുറച്ച് കുട്ടികളെ. അപ്പോൾ രക്ഷപ്പെടാനൊരു മാർഗ്ഗമാണ് കെമിസ്ട്രി ക്ലാസ് ബോറായതുകൊണ്ട് എങ്ങനെയും പുറത്ത് ചാടുന്നത് ക്ലാസ് കട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് പിള്ളേരെ ഇറങ്ങി പോവുക. കുറേ പേരാണ്ട് ഇറങ്ങി പോവാം. അവിടെ പോയപ്പോൾ പ്രിൻസിപ്പൽമാരുടെ ടീച്ചർ പറഞ്ഞു ഇതിന് ഇത്ര പേര് വന്നത്. അപ്പോൾ കുറച്ച് പേര് വിളിച്ചുള്ള ഒരു കാര്യം ഒരു 6 പേര് വന്നിട്ട് ബാക്കിയുള്ളവർ തിരിച്ചു പോകുന്നു. 6 എന്ന് പറഞ്ഞ ഒരു സൈസ് അപ്പോഴാണ് അവിടെ ഡിസൈൻ ചെയ്യപ്പെടുക. ആ സൈസ് അവിടെ മുന്നേ പറയാഞ്ഞത് കൊണ്ട് ആവശ്യം ഇല്ലാത്ത അത്രയും ലാർജ് എമൗണ്ട് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടെ പുറത്തേക്ക് വരികയാണുണ്ടായത്. അവിടെ ഒരു സാമ്പിൾ ക്രിയേഷനിൽ അവിടെ ഒരു പ്രയാസം അനുഭവപ്പെടുകയാണ് ചെയ്തത് അല്ലേ. ആ സൈസ് അവിടെ മുൻകൂട്ടി തീരുമാനിക്കാഞ്ഞത് കൊണ്ട് സൈസ് ആ 6 എന്ന് പറയുന്ന നമ്പർ അവിടെ മുൻകൂട്ടി പറഞ്ഞിട്ട് 6 കുട്ടികളെ പോകുമായിരുന്നുള്ളൂ. 6 എന്ന് പറയുന്ന നമ്പർ പറയുന്നത് കൊണ്ട് കുറേ പേര് വരികയും ആ സാമ്പിൾ ക്രിയേഷൻ പ്രോസസ്സിന് ഒരു ഡിലേ വരികയും അവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യും. പിന്നെ സൈസ് കറക്റ്റ് ആയപ്പോൾ ബാക്കി എല്ലാവരും തിരിച്ചു പോയി 6 പേരെ കിട്ടി അവിടെ വർക്ക് ചെയ്യാനുള്ള ആ ഫിനോമിനന് വേണ്ടിയിട്ടുള്ള സാമ്പിൾ ക്രിയേഷൻ നടന്നു. സോ നമ്മൾ സൈസ് തീരുമാനിക്കുന്നതിന് ശേഷം മാത്രമാണ് സാമ്പിൾ ക്രിയേഷൻ്റെ തൊട്ട് മുന്നേ തന്നെ നമ്മൾ സൈസ് ആ സാമ്പിളിൻ്റെ സൈസ് എത്രയായിരിക്കണം നമ്മൾ തീരുമാനിച്ചിരിക്കണം. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് ഡിസൈഡ് ദ സൈസ് ഓഫ് ദ സാമ്പിൾ. ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് സിമ്പിൾ റാൻഡംലി സെലക്ട് ദ സാമ്പിൾ ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് സ്റ്റഡി ദ ഡാറ്റ we need to collect by analyzing the sample. ഈ 4 സ്റ്റെപ്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. This video section is over now. Thank you for watching the video.